ദിവസം ഈശോയും അവൻ്റെ ശിഷ്യന്മാരും വഞ്ചിയിൽ കയറി. അവൻ അവരോട് പറഞ്ഞു, നമുക്ക് തടാകത്തിൻ്റെ മറുകരയ്ക്ക് പോകാം. അവർ പുറപ്പെട്ടു. അവർ തുഴഞ്ഞുകൊണ്ടിരിക്കുമ്പോൾ അവൻ ഉറങ്ങി. അപ്പോൾ തടാകത്തിൽ കൊടുങ്കാറ്റുണ്ടായി. മുങ്ങിത്തുടങ്ങിയ അവർ അപകടത്തിലായി. അവർ അടുത്തു ചെന്ന്, ഗുരു, ഞങ്ങൾ നശിക്കുന്നു എന്ന് പറഞ്ഞ് അവനെ ഉണർത്തി. അവൻ എഴുന്നേറ്റ് കാറ്റിനെയും തിരകളെയും ശാസിച്ചു. അവ നിലച്ചു, ശാന്തതയുണ്ടായി. അവൻ അവരോട് ചോദിച്ചു, നിങ്ങളുടെ വിശ്വാസം എവിടെ? അവർ ഭയന്ന് അത്ഭുതത്തോടെ അന്യോന്യം പറഞ്ഞു, ഇവൻ ആരാണ്? കാറ്റിനോടും വെള്ളത്തോടും കൽപ്പിക്കുകയും അവ ഇവനെ അനുസരിക്കുകയും ചെയ്യുന്നുവല്ലോ. മിശിഹായിൽ പ്രിയമുള്ളവരെ, നമ്മൾ ഒത്തിരി നാളായിട്ട് പ്രതീക്ഷയോട് കൂടിയിട്ട് കാത്തിരിക്കുന്ന ഒരു സംഗതിയാണ് നമ്മുടെ ഇടവക ദേവാലയത്തിൻ്റെ നിർമ്മാണം. നമുക്കറിയാം, വർഷങ്ങളായിട്ട് അത് നമ്മുടെ ഒരു സ്വപ്നമാണ്. പക്ഷേ അത് ഇതുവരെ സഫലീകരിക്കപ്പെട്ടിട്ടില്ലാത്ത ഒരു സ്വപ്നമായിട്ട് നിൽക്കുകയാണ്. നിങ്ങളുടെ എല്ലാവരുടെയും മനസ്സിലുണ്ട് ഒരു ദേവാലയം എന്നുള്ളൊരു സ്വപ്നം. നമുക്കതെങ്ങനെ പൂർത്തീകരിക്കാൻ സാധിക്കും? നമ്മൾ കുറേ പ്ലാനുകൾ, പദ്ധതികളൊക്കെ തയ്യാറാക്കിയിട്ടുണ്ട്. പക്ഷെ അതൊക്കെ പൂർത്തീകരിക്കണമെങ്കിൽ നമുക്ക് വലിയ സാമ്പത്തികമായിട്ടുള്ള ഒരു സ്രോതസ് കണ്ടെത്തേണ്ടതുണ്ട്. നമുക്കറിയാം, നമ്മുടെ ഇടവക വെറും 120 ഭവനങ്ങൾ മാത്രമുള്ള ഒരു കൊച്ചിടവകയാണ്. ഇവിടെ ഇത്രയും തുക കണ്ടെത്തുക എന്നുള്ളത് വളരെ പ്രയാസമുള്ളൊരു കാര്യമാണ്. നമുക്കറിയാം, ഈ കാലയളവിൽ ഒരു ദേവാലയം പണി തീർക്കണമെങ്കിൽ കുറഞ്ഞതൊരു 80-90 ലക്ഷം രൂപയെങ്കിലും വേണം. അത് കണ്ടെത്തുക എന്നുള്ളത് നമ്മളെ സംബന്ധിച്ചിടത്തോളം വളരെ പ്രയാസമുള്ളൊരു കാര്യമാണ്. കാരണം നമ്മളുടെയൊക്കെയും അവസ്ഥ വളരെ പരിതാപകരവുമാണ്. നാട്ടിലെങ്ങും പള്ളികൾ ഇങ്ങനെ പണിയുന്നത് കൊണ്ട് നമുക്ക് മറ്റുള്ളവരുടെ കൈകളിൽ നിന്ന് സഹായം കിട്ടുക എന്നുള്ളതും അത്ര വിശ്വസിക്കാൻ പറ്റാവുന്ന ഒരു കാര്യമല്ല. അതുകൊണ്ട് നമ്മൾ അടുത്ത ഞായറാഴ്ച ഒരു പൊതുയോഗം കൂടുകയാണ്. ആ പൊതുയോഗം ഒരു സാധാരണമല്ലാത്തൊരു പൊതുയോഗമാണ്. സാധാരണ പൊതുയോഗത്തിൽ കുടുംബനാഥന്മാർ മാത്രമേ പങ്കെടുക്കുകയുള്ളൂ. പക്ഷേ ഇത് നമ്മുടെ മുഴുവൻ ഇടവകയുടെ ഒരു ആഗ്രഹമായതുകൊണ്ട് ഇടവകയിലെ കുടുംബനാഥന്മാർക്കൊപ്പം കുടുംബനാഥകളും അതേപോലെ യുവജനങ്ങളും കുട്ടികൾക്കുമൊക്കെ പ്രാതിനിധ്യമുള്ള ഒരു മീറ്റിംഗ് ആയിരിക്കും അത്. അവിടെ നിങ്ങൾക്ക് നിങ്ങളുടെ ആശയങ്ങൾ പങ്കുവെക്കാനുള്ള സ്വാതന്ത്ര്യമുണ്ട്. എങ്ങനെയായിരിക്കണം ദേവാലയം, അതിനുള്ള സാമ്പത്തിക സ്രോതസ് നമ്മൾ എങ്ങനെ കണ്ടെത്തും, എങ്ങനെ ദൈവത്തിൻ്റെ കരം പിടിച്ചുകൊണ്ട് നമുക്ക് മുന്നോട്ട് പോകാം, ഇതിനുള്ള എല്ലാ നന്മകളും നന്മ ഉള്ള തീരുമാനങ്ങളും കടന്നു വരാൻ വേണ്ടിയിട്ടിടയാകണം. അതിനുവേണ്ടി ഈ ആഴ്ചയിൽ നമുക്ക് തീക്ഷ്ണമായിട്ട് പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കാം. എല്ലാവരെയും അടുത്ത ഞായറാഴ്ചത്തെ പൊതുയോഗത്തിലേക്ക് സ്വാഗതം ചെയ്യുകയാണ്. എന്നാലും നമ്മൾ ഒരു കാര്യം ഹൃദയത്തിൽ ഉറപ്പിച്ചുകൊണ്ടാണ് പോകുന്നത്. നമ്മളെല്ലാവരും ഈ ദേവാലയം പണിയും. ഈ വർഷം തന്നെ അതിന് തറക്കല്ലിടും. ഏറ്റവും പെട്ടെന്ന് തന്നെ അത് പൂർത്തിയാക്കും. അതിനുള്ള എല്ലാ ദൈവാനുഗ്രഹങ്ങളും നമുക്ക് ദൈവം തരും. അതിലേക്ക് എല്ലാവരെയും ഹാർദവുമായിട്ട് സ്വാഗതം ചെയ്യുന്നു. മിശിഹായിൽ പ്രിയമുള്ളവരെ, പ്രിയപ്പെട്ട കൈക്കാരന്മാർ, സണ്ണിച്ചേട്ടൻ, അതുപോലെ കുഞ്ഞാപ്പച്ചേട്ടൻ, പ്രിയമുള്ള മാതാപിതാക്കൾ, യുദീപ്തി അംഗങ്ങൾ, മിഷലി അംഗങ്ങൾ, മാതൃവേദി അംഗങ്ങൾ, എല്ലാവരും ഇവിടെ സന്നിഹിതരാണ്. എല്ലാവരെയും സ്വാഗതം ചെയ്യുന്നു. നമ്മുടെ ഓരോരുത്തരുടെയും ആശയങ്ങൾ നമ്മൾ ഇവിടെ പങ്കുവെക്കാൻ വേണ്ടിയിട്ട് പോവുകയാണ്.
അപ്പോൾ നമ്മുടെ മനസ്സിൽ ഉള്ള ആ സ്വപ്നം പ്രാവർത്തികമാക്കാനുള്ള നല്ല ചിന്തകൾ പങ്കുവെക്കുക. നമുക്കറിയാം, കഴിഞ്ഞ ഞായറാഴ്ച ഞാൻ പറഞ്ഞു വിട്ടിരുന്നു, നമ്മുടെ കയ്യിലുള്ള പണം വളരെ തുച്ഛമാണ്. ഏകദേശം 18 ലക്ഷം രൂപയോളം മാത്രമേ നമ്മുടെ കയ്യിൽ സ്വരൂപിച്ച് വെക്കാൻ നമുക്ക് ഇതുവരെ സാധിച്ചിട്ടുള്ളൂ. അത് വലിയൊരു തുകയാണ് താനും. പക്ഷേ ഒരു പള്ളി എന്ന സ്വപ്നത്തിലേക്ക് നമ്മൾ നടന്നു നീങ്ങുമ്പോൾ കൂടുതൽ പണം സ്വരൂപിക്കേണ്ടതായിട്ട് വരും. അതോടൊപ്പം ദൈവത്തിൻ്റെ കരുതലും ഒക്കെ നമുക്ക് വേണം. അതിനുള്ള നല്ല നല്ല ആശയങ്ങൾ നിങ്ങളുടെ ഭാഗത്തു നിന്ന് പ്രതീക്ഷിക്കുകയാണ്. എല്ലാവരുടെയും ആശയങ്ങൾ സ്വാഗതം ചെയ്യുകയാണ്. അച്ഛാ, നമ്മുടെ പുതിയ പള്ളിപ്പണിക്ക് 19 ലക്ഷം രൂപ വേണമെന്നല്ലേ പറഞ്ഞത്? നമ്മുടെ ഈ കൊച്ചടവകയ്ക്ക് അത് സാധ്യമാകും അച്ഛാ? അത് നടപ്പാകുമെന്ന് എനിക്ക് തോന്നുന്നില്ല അച്ഛോ. നമുക്ക് ഇച്ചിരൂടെ നന്മ നിറഞ്ഞ മനസ്സോടുകൂടിയിട്ട് പോസിറ്റീവായിട്ട് ചിന്തിക്കാം. പോസിറ്റീവായിട്ടുള്ള ആശയങ്ങൾ പറയുക. ചേട്ടൻ പറഞ്ഞത് കാര്യമാണ്, പക്ഷേ പോസിറ്റീവായ ആശയങ്ങൾ പങ്കുവെക്കാൻ വേണ്ടിയിട്ട് ശ്രമിക്കാം. ഞങ്ങൾ മാതൃജ്യോതി സംഘങ്ങളുമായി കൂടിയാലോചിച്ചു. ഞങ്ങളുടെ അഭിപ്രായം ബാലിശമായി തോന്നാം, എങ്കിലും ഞങ്ങൾ കൂട്ടായി പ്രാർത്ഥിച്ചെടുത്ത ഒരു തീരുമാനമാണ്. ഞങ്ങൾ അമ്മമാർക്ക് വിവിധതരം അച്ചാറുകൾ ഉണ്ടാക്കാൻ അറിയാം. ഞങ്ങൾ 20 അമ്മമാരാണ്. ഞങ്ങൾ 20 തരം അച്ചാറുകൾ ഉണ്ടാക്കി വിവിധ പള്ളികളിൽ കൊണ്ടുപോയി വിറ്റാം. ഇടവകക്കാർ ഒന്നടങ്കം സഹകരിക്കുമെങ്കിൽ ഇത് നമുക്ക് പ്രാവർത്തികമാക്കാം. നിങ്ങൾ അച്ചാറുണ്ടാക്കി പള്ളിയോടെയാണെന്നാണോ? ഇത് നടക്കുന്ന കാര്യമാണോ? നിങ്ങളെ ആള് കൊള്ളാലോ. ഇടവകക്കാർ സഹകരിച്ചാൽ നമുക്ക് നോക്കാം. എനിക്കിഷ്ടപ്പെട്ടു ഈ അച്ചാറ് വിപ്ലവം എന്നുള്ള ആശയം. നമുക്ക് എല്ലാവർക്കും അതിനൊരു സപ്പോർട്ട് കൊടുക്കുകയാണെങ്കിൽ എനിക്ക് തോന്നുന്നു ഇതൊരു വലിയ വിജയമായിട്ട് മാറും. നമുക്കറിയത്തില്ല ഇതെന്തേരം വിജയമാകും, പക്ഷെ നമുക്കൊന്ന് പരിശ്രമിച്ചു നോക്കാം. ഞങ്ങൾ യൂതിപ്തിക്കാർ ഏതൊരാവശ്യത്തിനും കൂടെ ഉണ്ടാവും. നമുക്ക് തുടങ്ങാൻ വെച്ചു. മിഷൻ ലീഗ് അംഗങ്ങളുടെ ഭാഗത്തു നിന്നും എല്ലാ വിധത്തിലുള്ള സഹകരണം ഉണ്ടായിരിക്കും അച്ഛാ. എതിർപ്പുകൾ ഉണ്ടായെങ്കിലും സ്ത്രീജനങ്ങളുടെ അഭിപ്രായം പൊതുയോഗം കയ്യടിയോടെ അംഗീകരിച്ചു. ഈ അച്ചാറുണ്ടാക്കി വിൽക്കൽ പരിപാടി വിജയിക്കുമോ എന്ന് പലർക്കും സംശയം ഉണ്ടായിരുന്നു. എങ്കിലും സ്ത്രീജനങ്ങളുടെ ധൈര്യം ഏവർക്കും സന്തോഷം പകർന്നു. പിന്നീട് ആ ഇടവകയിൽ സംഭവിച്ചത് എവിടെയും ചർച്ചകളും ആലോചനകളുമാണ്. എന്തിനും കൂടെ നിൽക്കാൻ ബഹുമാനപ്പെട്ട വികാരി വർഗീസ് കൊച്ചുപുരയ്ക്കലച്ചൻ കൂടെ നിന്നത് ഏവർക്കും ധൈര്യമായി. ഇടവകയിൽ പ്രവർത്തിക്കുന്ന സേക്രഡ് ഹാർട്ട് മഠത്തിലെ സിസ്റ്റേഴ്സ് എല്ലാത്തിനും സ്ത്രീജനങ്ങൾക്ക് പ്രോത്സാഹനം നൽകി. കാഞ്ഞിരപ്പള്ളി രൂപതയിൽ മുണ്ടക്കയം ഫൊറോനയിൽ 120 വീടുകൾ മാത്രമുള്ള ഒരു കൊച്ചിടവകയാണ് സെന്റ് തോമസ് ചർച്ച് അമലഗിരി. ഇവിടുത്തെ ജനങ്ങളെല്ലാം സർവ്വസാധാരണമായിട്ടും കാർഷിക വൃത്തിയിലും അതേപോലെ കൂലിപ്പണിയുമൊക്കെയായിട്ട് ജീവിതം നയിക്കുന്നവരാണ്. ഇവർ സാധാരണക്കാരിൽ സാധാരണക്കാരാണ്. അതിൽ കൂടുതൽ പറഞ്ഞു കഴിഞ്ഞാൽ നിത്യവൃത്തിക്കായിട്ട് ഒത്തിരിയേറെ കഷ്ടപ്പെടുന്നവരാണ്. ഇവിടെ വിശ്വാസം എത്തിയിട്ട് 50 വർഷങ്ങൾ കഴിഞ്ഞു. ഇതിനിടയിൽ ഇവർ 2 ദേവാലയങ്ങൾ ഇവിടെ പണിയുകയുണ്ടായി. പക്ഷേ ഈ നാടിൻ്റെ വലിയ പ്രത്യേകതയാണ് ഇവിടുത്തെ കാലാവസ്ഥയുടെ ഒരു എക്സ്ട്രീമിസം. എപ്പോഴും കാറ്റ്, അതേപോലെ പേമാരി, അതേപോലെ ഉരുൾപൊട്ടൽ, മലവെള്ളപ്പാച്ചിൽ, അങ്ങനെ പല കെടുതികളിലൂടെയും കടന്നു പോയിട്ടുള്ള ഒരു ജനമാണിത്. പ്രകൃതിയോട് മല്ലിട്ടതുകൊണ്ടാകാം അവർക്ക് കൂടുതൽ മനക്കെട്ടിയുണ്ട്. അതേപോലെ ദൈവത്തിൽ അടിയുറച്ച വിശ്വാസമുണ്ട്. കുറെ നാളുകളായി ഇവരുടെ മനസ്സിലെ ഒരു ആഗ്രഹമായിരുന്നു ഒരു ദേവാലയ നിർമ്മാണം എന്നുള്ളത്. കാരണം അവരുടെ പഴയ ദേവാലയം കാലപ്പഴക്കം കൊണ്ടും പ്രകൃതിക്ഷോഭം കൊണ്ടും നശിച്ചിരുന്നു, ജീർണാവസ്ഥയിലായിരുന്നു. അതിനു വേണ്ടിയിട്ട് ഒരു പുതിയ ദേവാലയം എന്നൊരാഗ്രഹത്തിന് വേണ്ടിയിട്ട് അവർ തങ്ങളാൽ കഴിയുന്നതൊക്കെയും ദേവാലയത്തിന് വേണ്ടിയിട്ട്, ഒരു പുതിയ ദേവാലയത്തിന് വേണ്ടിയിട്ട് സ്വരുക്കൂട്ടിക്കൊണ്ടിരുന്നു. കഴിഞ്ഞ 2017 ഫെബ്രുവരിയിലാണ് ഞാനിവിടെ ചാർജ് എടുക്കുന്നത്. അപ്പോൾ അവരെല്ലാവരും എന്നോട് പറഞ്ഞൊരു കാര്യം, അച്ഛൻ ഉറപ്പായിട്ടും ഈ ദേവാലയം പുതുക്കി പണിയണം, പുതിയൊരു ദേവാലയം ഞങ്ങൾക്ക് വേണം.
പട്ടം കിട്ടിയിട്ട് വെറും 4 വർഷം മാത്രമായിട്ടുള്ള ഒരു വ്യക്തിയായിരുന്നു ഞാൻ. എൻ്റെ പൗരോഹിത്യ ജീവിതത്തിൽ ഞാൻ നേരിട്ട ഏറ്റവും വലിയൊരു വെല്ലുവിളിയായിരുന്നു ഇവരുടെ ഈ ആവശ്യം, ഒരു പുതിയ ദേവാലയം എന്നൊരാവശ്യം. എങ്കിലും ഈ ഇടവകാംഗങ്ങളുടെ പ്രാർത്ഥനയുടെ കരുത്തോടു കൂടിയിട്ട് ജൂലൈ 3-ാം തീയതി മാർ ജോസ് പുളിക്കൽ പിതാവിന്റെ കാർമ്മികത്വത്തിൽ പുതിയ ദേവാലയത്തിന് ശിലാസ്ഥാപനം നടത്തി. അന്നു മുതൽ ഇടവിടാതെ പ്രാർത്ഥിക്കുന്ന ഒരു ശൈലി ഇവർക്കുണ്ടായിരുന്നു. പ്രത്യേകിച്ചും കുഞ്ഞുമക്കളുടെ പ്രാർത്ഥന വീടുകളിലിരുന്ന് അവര് ശക്തമായിട്ട് പ്രാർത്ഥിക്കുമായിരുന്നു. അതേപോലെ അമ്മമാരെല്ലാവരും എല്ലാ വെള്ളിയാഴ്ചകളിലും മഠത്തിലെ ചാപ്പലിൽ ഒത്തുകൂടി ദിവ്യകാരുണ്യ ആരാധന നടത്തുമായിരുന്നു. അപ്പന്മാര് അവരുടെ കൂലിപ്പണിയും കാർഷിക വൃത്തിയും ഒക്കെ മാറ്റിവെച്ചിട്ട് പൊതുപ്പണിക്കായിട്ട് ഇറങ്ങി വന്നുകൊണ്ട് ദേവാലയത്തിന്റെ നിർമ്മാണത്തിൽ ഏറ്റവും കൂടുതൽ സഹായമായി തീർന്നു. അങ്ങനെ ഈ ഇടവകയിലെ ഒരു കൊച്ചുകുട്ടി മുതൽ ഏറ്റവും പ്രായമായ വ്യക്തി വരെ അത്യധ്വാനം ചെയ്തതിന്റെ ഫലമായിട്ടാണ് ഈ ദേവാലയം ഇത്രമാത്രം മനോഹരമായിട്ട് പൂർത്തീകരിക്കാൻ സാധിച്ചത്. അതിനിടയിൽ വന്ന ഒരു വലിയൊരു ആശയമാണ് അച്ചാറ് വിൽക്കാം എന്നുള്ളൊരാശയം. അതിന് മുൻകൈ എടുത്തത് ഇവിടുത്തെ മാതൃവേദി അമ്മമാരാണ്. അവരുടെ ആശയത്തോട് ഇവിടുത്തെ എല്ലാ ജനങ്ങളും ഒത്തുചേർന്ന് കഴിഞ്ഞപ്പോൾ അതൊരു മഹാവിപ്ലവമായിട്ട് മാറി. അതിശയം തോന്നിപ്പിക്കുമാറ് ഒരു കൂട്ടായ്മയുടെ വലിയൊരു ശക്തിയോട് കൂടിയിട്ട് അവര് ടൺ കണക്കിന് അച്ചാറുകൾ ഇട്ടു. അതും വിവിധ ഇനങ്ങളിൽ ഉള്ള അച്ചാറുകൾ അവരിട്ടു. അതിവിടെ നിന്ന് എല്ലാ ഞായറാഴ്ചകളിലും ഒരു 3 മണി സമയമാവുമ്പോൾ, വെളുപ്പിന് 3 മണി സമയമാവുമ്പോൾ ഇവിടെ നിന്നിറങ്ങി, അത് തണുപ്പും മഴയും ചൂടുമൊക്കെയുള്ള കാലാവസ്ഥകളിൽ അവര് വെളുപ്പിന് 3 മണിക്ക് ഇവിടെ നിന്നിറങ്ങി ദൂരെയുള്ള ചങ്ങനാശ്ശേരി, കാഞ്ഞിരപ്പള്ളി, അതേപോലെ പാല, ഇടുക്കി രൂപതകളിലെ പള്ളികൾ, ഈ വിവിധ രൂപതകളിലെ പള്ളികളില് അവര് ഈ അച്ചാറ് വിൽക്കാൻ വേണ്ടിയിട്ട് പോകും. അതിനകത്ത് യുവജനങ്ങളുണ്ട്, മാതാക്കളുണ്ട്, കുട്ടികളുണ്ട്, അപ്പച്ചന്മാരുണ്ട്. എല്ലാവരും ഒരുമിച്ച് അവരവരുടേതായിട്ടുള്ള അധ്വാനമായിട്ട് അവരെല്ലാ ദേവാലയങ്ങളിലേക്കും പോകും. അവിടെ നിന്ന് സ്വരുക്കൂട്ടുന്ന പണം അന്നത്തെ ആ ആഴ്ചയുടെ ചെലവിനായിട്ട് കൊണ്ടുതരും, ഓരോ കൂട്ടായ്മയുടെ അടിസ്ഥാനത്തിൽ. അങ്ങനെ വലിയൊരു വിപ്ലവമായിട്ട് മാറി. ഇവരുടെ നിഷ്കളങ്കതയും കഠിനാധ്വാനവും കണ്ട് ഈ വിവിധ രൂപതകളിലെ വിവിധ പള്ളികളിലെ സഹോദരങ്ങള് വളരെ ഹൃദയം നിറഞ്ഞ ഒരു സഹായം, ഉദാരമായിട്ട് സഹായം നൽകിക്കൊണ്ട് നമ്മളെ അനുഗ്രഹിച്ചു. ഇതിൻ്റെ എല്ലാം വലിയ ഫലമാണ് ഈ ഒരു കൊച്ചു ദേവാലയം ഇത്ര മനോഹരമായിട്ട് പണി കഴിപ്പിക്കാൻ വേണ്ടിയിട്ട് സാധിച്ചത്. ഇവരുടെ കഠിനാധ്വാനത്തിൻ്റെയും ഇവരുടെ നിലനിൽപ്പിന് വേണ്ടിയിട്ടുള്ള ഈ വലിയൊരു ജൈത്രയാത്രയുടെയും ഫലം ഇവരുടെ ജീവിതത്തിൽ ഉണ്ടാകട്ടെ. ഇവർക്ക് അതിനുള്ള വലിയ പ്രതിഫലം ദൈവം നൽകട്ടെ എന്ന് ആത്മാർത്ഥമായിട്ട് പ്രാർത്ഥിക്കുന്നു. കാളച്ചന്തയും കോടമഞ്ഞും കോടക്കാറ്റും നിറഞ്ഞ മലനിരകൾക്കരികെ മുണ്ടക്കയം കുമളി റൂട്ടിൽ പെരുവന്താനത്തിനു ശേഷമാണ് പ്രകൃതി രമണീയമായ അമലഗിരിക്കുന്ന്. ഇടവകക്കാരുടെ വീടുകളിൽ നിന്ന് തന്നെ അച്ചാറുണ്ടാക്കാൻ ആവശ്യമുള്ള മാങ്ങയും ചാമ്പക്കയും പപ്പായയും ചേനയുമെല്ലാം
യുവാക്കൾ ചോദിച്ചു വാങ്ങി തലച്ചുമടായി എത്തിച്ചു തുടങ്ങി. ഇടവകയിലെ ഓരോ കുടുംബ കൂട്ടായ്മക്കാർ അവരവരുടെ വീടുകളിലെ വിഭവങ്ങൾ യുവജനങ്ങൾ ചെന്ന് പറിച്ച് അത് പള്ളിയിൽ എത്തിക്കുന്നു. ഞങ്ങൾക്കൊരു പള്ളി വേണമെന്നുള്ളൊരു ഭയങ്കര ഒരു ആഗ്രഹമായിരുന്നു. അങ്ങനെ ഇരുന്നപ്പോഴാണ് നമ്മുടെ സുനിലച്ചൻ വരുന്നത്. സുനിലച്ചൻ വന്നു കഴിഞ്ഞപ്പോൾ ഞങ്ങളതേപ്പറ്റി പുതിയൊക്കെ തീരുമാനിച്ച് പള്ളി പണിയാൻ തീരുമാനിച്ചു. അത് കഴിഞ്ഞ് നമ്മുടെ കയ്യിരിക്കുന്ന കാശൊന്നും ആകുമല്ലോ എന്നും പറഞ്ഞ് കൂപ്പണൊക്കെ അടിച്ചു കഴിഞ്ഞപ്പം ഞങ്ങൾ അച്ചാർ ഉണ്ടാക്കി തരാമെന്ന് അച്ഛനോട് പറഞ്ഞു. അന്നേരം അച്ഛൻ കുഴപ്പമില്ല എന്ന് പറഞ്ഞു. അത് ഞങ്ങളങ്ങനെ അച്ചാർ വിൽക്കാൻ പോയത്. അമ്മമാരെല്ലാം ഒന്നിച്ച് കൂട്ടി അത് അരിയുവാനും അത് അച്ചാറുണ്ടാക്കാനും ഞങ്ങൾ തയ്യാറായി. അത് കഴിഞ്ഞ് ഞങ്ങളെല്ലാവരും ഒന്നിച്ച് പോയി. അത് കൊച്ചുമക്കളും വരെ എല്ലാവരും ഒന്നിച്ച് പോയി അത് വിൽക്കുവാനും അതിൽ നിന്ന് നല്ലൊരു വരുമാനം കണ്ടെത്തുവാനും ഞങ്ങൾക്ക് സാധിച്ചു. 55 ലക്ഷം രൂപ വരെ ഞങ്ങൾ ഉണ്ടാക്കി. സ്ത്രീജനങ്ങൾ രാവും പകലും പള്ളിയിൽ വന്ന് അത് അരിയുവാനും ഒരുക്കങ്ങൾ ആരംഭിച്ചു. ഒരു ഉത്സവ പ്രതീതിയായിരുന്നു എല്ലാവർക്കും. എതിർത്തവർ പോലും ഇതിനെ അനുകൂലിച്ച് പ്രവർത്തിച്ചു എന്നുള്ളതാണ് സത്യം. ജൂലൈ 3 അമലഗിരി സെയിന്റ് തോമസ് ഇടവകാംഗങ്ങളുടെ സ്വപ്ന സാക്ഷാത്കാരം. പഴയ പള്ളി പൊളിച്ചു. പുതിയ പള്ളിക്ക് കാഞ്ഞിരപ്പള്ളി സഹായമെത്രാൻ ജോസ് പുളിക്കൽ പിതാവ് തറക്കല്ലിട്ടു. സ്വർഗ്ഗസ്ഥനായ ഞങ്ങളുടെ പിതാവേ, അങ്ങയുടെ നാമം വിശുദ്ധമാകണമേ. അങ്ങയുടെ രാജ്യം വരണമേ. അങ്ങയുടെ തിരുമനസ്സ് സ്വർഗ്ഗത്തിലെ പോലെ ഭൂമിയിലുമാകണമേ. ആഹാരം ഞങ്ങൾക്ക് തരണമേ. പള്ളിയിൽ അച്ചാർ ഉണ്ടാക്കുന്ന പണി നടക്കുമ്പോൾ ഇടവകയിലെ എല്ലാ വീടുകളിലെയും കുടുംബ പ്രാർത്ഥനയിൽ പള്ളിപ്പണിക്കായുള്ള പ്രത്യേക മധ്യസ്ഥ പ്രാർത്ഥന കുട്ടികളുടെ നേതൃത്വത്തിൽ നടന്നുകൊണ്ടിരുന്നു. പ്രാർത്ഥനയിൽ അധിഷ്ഠിതമായ ഒരു ജീവിതക്രമത്തിലാണ് ഈ ഇടവകയുടെ അസാധ്യ കാര്യങ്ങൾ സാധ്യമാക്കിയെടുത്തത്. എല്ലാ ജനങ്ങൾക്കും ഹൃദയപൂർവ്വം നന്ദി പറയുന്നു. സഭയെ നയിക്കുന്ന പരിശുദ്ധാത്മാവേ, ഞങ്ങളുടെ കുറവുകളും പരിമിതികളും പരിഹരിച്ചുകൊണ്ട് ദൈവത്തിന് മനസ്സരിച്ച് വരുന്നതിലും ദേവാലയ നിർമ്മാണം യഥാകാലം നിർവഹിക്കുവാൻ ഞങ്ങൾക്കിടയാട്ടെ. അതിനാവശ്യമായ ആത്മീയവർക്കും ഭൗതിക വളർച്ചയും ഞങ്ങളുടെ കുടുംബങ്ങൾക്ക് പ്രദാനം ചെയ്യണമേ. ദേവാലയത്തിന്റെ നിർമ്മാണ പ്രവർത്തനങ്ങളിലും പ്രതിസന്ധികളിലും അപകടങ്ങളും ഉണ്ടാകാതെ അവിടെ ഞങ്ങളെ പരിപാലിക്കണമേ. വിവിധ തരം അച്ചാറുകൾ ഉണ്ടാക്കി പാക്ക് ചെയ്ത് വിൽപ്പനയ്ക്ക് തയ്യാറായി. മുണ്ടക്കയം വ്യാകുലമാത ഫൊറോന ദേവാലയത്തിലാണ് അച്ചാറിന്റെ ആദ്യ വിൽപ്പന ആരംഭിച്ചത്. ഫൊറോന വികാരി ഫാദർ ജോസ് മാത്യു പറപ്പള്ളി എല്ലാവിധ പ്രോത്സാഹനങ്ങളും സഹായവും ഇവർക്ക് ചെയ്തു കൊടുത്തു. പള്ളിയിൽ വിളിച്ചു പറഞ്ഞ പ്രകാരം
കുർബാനയ്ക്കു വന്നവർ അച്ചാറ് വാങ്ങി ഇവരെ സഹായിച്ചു. ആദ്യ വിൽപ്പന തന്നെ ഗംഭീര വിജയമായത് ഇടവകക്കാരിൽ വലിയ ആത്മവിശ്വാസം ഉളവാക്കി. അമലഗിരി സെൻറ് തോമസ് ഇടവക മുണ്ടക്കയം വ്യാകുലമാത ഫൊറോന പള്ളിയുടെ കീഴിലുള്ള പള്ളികളിലൊന്നാണ്. അവർ പുതിയൊരു ഇടവക ദൈവാലയം നിർമ്മാണവുമായിട്ട് ബന്ധപ്പെട്ട് അതിൻ്റെ സാമ്പത്തിക കാര്യങ്ങൾ തീരുമാനിക്കുന്നതിനെക്കുറിച്ച് ആലോചിച്ചപ്പോൾ വിവിധ സാധനങ്ങൾ വിവിധ ഇടവകളിൽ കൊണ്ട് വിൽക്കുന്നതിനെക്കുറിച്ച് അച്ഛൻ എന്നോട് ഷെയർ ചെയ്യുകയുണ്ടായി. അപ്പോഴച്ഛന് അതിൻ്റെ ആദ്യത്തെ ഒരു വിൽപ്പന ഇവിടെ വെച്ച് നടത്തിയാലോ എന്ന് അച്ഛൻ എന്നോട് ആവശ്യപ്പെട്ടു. വളരെ സന്തോഷത്തോടു കൂടെ ഞാനത് സമ്മതിച്ചു. കാരണം ഒരു നല്ല കാര്യത്തിന് വേണ്ടിയാണല്ലോ, ഒരു ദേവാലയ നിർമ്മാണത്തിൽ ഈ ഇടവകക്കാരെയും കൂടെ പങ്കെടുപ്പിക്കാനായിട്ടുള്ള ഒരു അവസരമായിട്ട് ഞാൻ അതിനെ കണ്ടു. ഇടവകയിൽ ആൾക്കാരോട് പറഞ്ഞ് അവർ വളരെ പ്രോത്സാഹനം നൽകുകയും അവർ സാധനങ്ങളായിട്ട് വന്നപ്പോൾ ഇവിടെ വെച്ച് അതിൻ്റെ വിൽപ്പന നടത്തുകയുമായിരുന്നു. കർഷകരും കർഷക തൊഴിലാളികളുമായ ഇടവകക്കാർ രാവിലെ പണി സാധനങ്ങളുമായി പള്ളിയിൽ എത്തും. പൊതുപണികൾ എല്ലാം അവർ ശ്രമദാനമായി ചെയ്യും. ഒരു നിയോഗം പോലെ പള്ളിക്കു വേണ്ടി എന്ത് ജോലി ചെയ്യാനും അവർക്ക് മടിയില്ലായിരുന്നു. ഒരുമിച്ച് ഭക്ഷണം കഴിച്ച് സന്തോഷത്തോടെ അവർ പിരിഞ്ഞു പോകും. എല്ലാ വെള്ളിയാഴ്ചകളിലും ഇവിടെ പണി നടന്നുകൊണ്ടിരിക്കുമ്പോഴും മഠത്തിൽ ആരാധന വെക്കും. രാവിലെ വൈകുന്നേരം വരെ ഈ പ്രവർത്തനങ്ങൾക്ക് വേണ്ടി അവരുടെ പ്രാർത്ഥനയും ആരാധനയും. അതുപോലെ പള്ളിയിലാണെങ്കിലും എല്ലാ ദിവസവും ആൾക്കാർ ഈ 115 ഇടവക്കാരേ ഉള്ളൂ. ആരെങ്കിലും ഒരാളെങ്കിലും പള്ളിയിൽ വന്ന് ഇടവസങ്ങളിൽ പോലും വന്ന് പ്രാർത്ഥിക്കാനായിട്ട്. ആ സമയങ്ങളിലെല്ലാം പ്രാർത്ഥനയായിരുന്നു എല്ലാവരുടെയും. അതുപോലെ കുടുംബത്താണെങ്കിലും പ്രാർത്ഥിക്കുന്നതിനെക്കുറിച്ച് അച്ഛൻ വളരെ ശക്തമായിട്ട് പറഞ്ഞു. നിങ്ങൾ പ്രാർത്ഥനയിൽ കൂടി മാത്രമേ നേടാൻ സാധിക്കുകയുള്ളൂ. അതുകൊണ്ട് എല്ലാവരും ശക്തമായ പ്രാർത്ഥനയിലാണ്. ഈ ദേവാലയയുടെ ദൈവത്തിൻ്റെ അത്ഭുതമാണ്. കാരണം ഞങ്ങൾ നേരിട്ട് അത്ഭുതം കണ്ടിട്ടില്ല, ബൈബിൾ വായിച്ചു കേട്ടുള്ളൂ. പക്ഷേ നമുക്ക് അമലേരിയയെ സംബന്ധിച്ചിടത്തോളം ഒരു അത്ഭുതം നമ്മുടെ മുന്നിൽ കാണുവാൻ സാധിച്ചു. പുതിയ പള്ളി പണിതുയരും തോറും പ്രാർത്ഥനയും ഇടവകയിൽ ഉയർന്നുകൊണ്ടിരുന്നു. എല്ലാ വെള്ളിയാഴ്ചയും യുവജനങ്ങൾ ഒത്തുകൂടി പള്ളിക്ക് ചുറ്റുമുള്ള റോഡിലൂടെ കുരിശിന്റെ വഴി ചൊല്ലുമായിരുന്നു. പള്ളിപ്പണിക്കാവശ്യമായ തേക്കിൻ തടികൾ ഇടവകാംഗങ്ങളുടെ വീടുകളിൽ നിന്ന് സംഭാവനയായി കൊടുത്തതും ഇടവകക്കാർ തന്നെ വെട്ടിച്ചുമന്ന ഉരുപ്പടികളാക്കി പള്ളിയിൽ എത്തിച്ചതും വളരെ ത്യാഗപൂർണമായ ഒരു കാര്യമായിരുന്നു. പള്ളിപ്പണിയുടെ സാമ്പത്തിക ലാഭത്തിനു വേണ്ടി എന്ത് ത്യാഗം ചെയ്യാനും ഇടവകാംഗങ്ങൾ തയ്യാറായിരുന്നു. ഇടവകയിലെ പൊതുപണികളെല്ലാം ഇടവകക്കാർ തന്നെ സംഘമായി എത്തി ശ്രമദാനത്തിലൂടെ നിർവഹിച്ചു. എല്ലാ സംരംഭത്തിൻ്റെ മുൻപിലും ഇടവക വികാരിയുടെ സാന്നിധ്യവും നേതൃത്വവും പ്രോത്സാഹനവും വളരെ പ്രചോദനകരമായിരുന്നുവെന്ന് അവർ സാക്ഷ്യപ്പെടുത്തുന്നു. അച്ഛനും കായ്ക്കാനും ഞങ്ങൾക്ക് ഭയങ്കര സപ്പോർട്ടായിരുന്നു. അച്ഛൻ എന്ന് പറഞ്ഞാൽ അച്ഛന് ഞങ്ങൾ എന്നെ ആവശ്യം പറഞ്ഞാലും ഒന്ന് ഫോൺ വിളിച്ചാൽ മതി. ഏത് തിരക്കാണല്ലോ അത് അന്നേരം കണ്ടെടുത്ത് ഞങ്ങളെ തിരിച്ച് വിളിക്കും. ഞങ്ങൾക്ക് അതോ കിട്ടിയില്ലെങ്കിൽ ഞങ്ങൾക്ക് വിഷമമാണെങ്കിൽ ഞങ്ങൾ അന്നേരം ഞങ്ങൾ പിന്നെയും വിളിക്കുമ്പോൾ അച്ഛൻ പിന്നെ എവിടെ ആണെങ്കിലും ഏത് തിരക്കാണല്ലോ അച്ഛൻ ഞങ്ങളുടെ അടുത്ത് ഓടി വരും. എല്ലാ ആവശ്യങ്ങൾക്കും ഞങ്ങൾക്ക് പറയാനുള്ള സ്വാതന്ത്ര്യം ഉണ്ടായിരുന്നു. ഞങ്ങൾക്ക് ഭയങ്കര സപ്പോർട്ടായിരുന്നു അച്ഛൻ. പള്ളിയുടെ 4 ദിക്കുകളിലായി ഇടവകക്കാർ ഓരോ കുരിശടികൾ സ്ഥാപിച്ചിട്ടുണ്ട്. ഓരോ ദിശകളിലുള്ള വീട്ടുകാർ എല്ലാ ദിവസവും സന്ധ്യാപ്രാർത്ഥനയ്ക്ക് ഈ കുരിശടിയിൽ എത്തി ഒരുമിച്ചിരുന്ന് കൊന്ത ചെല്ലുന്നത് ഹൃദയാനന്ദകരമായ കാഴ്ചയാണ്. ഈ ഒരു പ്രാർത്ഥനയുടെ സ്നേഹക്കൂട്ടായ്മയാണ് ഇടവകയുടെ ഐക്യവും ശക്തിയും ഉയർച്ചയുമെന്ന് നമുക്ക് തിരിച്ചറിയാൻ സാധിക്കുന്നു. ഇത് നടക്കൽ ഔസേപ്പച്ചൻ്റെ വീടാണ്. കുരിശടിയിൽ സന്ധ്യാപ്രാർത്ഥനയ്ക്ക് വരുന്ന കൂട്ടായ്മകൾ
കുരിശടിക്കടുത്തുള്ള ഔസേപ്പച്ചൻ്റെ വീട്ടിൽ ഒത്തുകൂടി അച്ചാറിടാൻ ആവശ്യമായ ഇഞ്ചിയും വെളുത്തുള്ളിയും ഒരുക്കി തയ്യാറാക്കുന്ന കാഴ്ചയാണ് ഇത്. എൻ്റെ പേര് ഔസേപ്പച്ചൻ, എൻ്റെ വീട്ടുപേര് നടക്കല്, ഞങ്ങളുടെ കൂട്ടായ്മയുടെ പേര് സെൻറ് തോമസ്. എല്ലാ ദിവസവും ഞങ്ങളിവിടെ പ്രാർത്ഥനയ്ക്ക് കുരിശടിയിൽ വരുമ്പോൾ പ്രാർത്ഥന കഴിഞ്ഞ് എൻ്റെ വീട്ടിൽ ഇരുന്ന് അച്ചാർ ചെയ്യാനുള്ള എല്ലാ സാധനങ്ങളും അച്ചാറിനുള്ളത് അരിഞ്ഞ് 1 മണി 12 മണി ഒക്കെ സമയം വരെ ഇരുന്നരിഞ്ഞ് എല്ലാവരും കൂടെ കൂടി അത് രാവിലെ പള്ളിക്കൽ എത്തിക്കുകയും അച്ചാറിടാനുള്ള സ്ഥലത്ത് കൊണ്ട് കൊടുത്ത് പിന്നെ പിറ്റേ ദിവസവും അതുപോലെ തന്നെ അങ്ങനെ 8 മാസത്തെ ഞങ്ങളുടെ കൂട്ടായ്മയുടെ പരിശ്രമത്തിൽ ഈ ദേവാലയം പണിയാനുള്ള അനുഗ്രഹം ദൈവം തന്നതിന് ഒത്തിരി നന്ദിയുണ്ട്. പിന്നെ ഞങ്ങളുടെ വികാരിയച്ഛനും ഞങ്ങളോട് കൂടി സഹകരിച്ച് എല്ലാ കാര്യത്തിലും ഞങ്ങളുടെ കൂട്ടത്തിൽ എപ്പോഴും ഉണ്ടായിരിക്കും. ഒത്തിരി സ്നേഹത്തോടെ അച്ഛനെ ഓർക്കുന്നു. ഈ ഒരു അവസരത്തിൽ ഏറ്റവും നന്ദിയോടും ബഹുമാനത്തോടും കൂടി ഓർക്കുന്നത് അഭിവന്യ മാർ മാത്യു അറക്കൽ പിതാവിനെ കുറിച്ചാണ്, ഞങ്ങളുടെ സ്വന്തം പിതാവിനെ കുറിച്ചാണ്. അഭിവന്യ പിതാവിൻ്റെ പ്രവർത്തന മണ്ഡലങ്ങളിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു സ്ഥലമാണ് അമലഗിരി. പീരുമേട് ആയിരുന്നു പിതാവിൻ്റെ പ്രധാനപ്പെട്ട പ്രവർത്തന മേഖല. ആ പീരുമേടിൻ്റെ ഒരു ഹൃദയഭാഗമാണ് അമലഗിരി എന്ന് പറയുന്നത്. അതുകൊണ്ട് തന്നെ പിതാവിന് വലിയ സ്നേഹവും ഈ ഇടവകാംഗങ്ങളോട് ഒരു ഹൃദയ ഐക്യവും ഉണ്ടായിരുന്നു. അതുകൊണ്ട് എന്നെ ഇവിടെ വികാരിയാക്കി വെച്ചപ്പോൾ തന്നെ പിതാവ് പറഞ്ഞു, ഇവരുടെ ആഗ്രഹം അച്ഛൻ സഫലമാക്കി കൊടുക്കണം. ഞാൻ പിതാവിനോട് പറഞ്ഞു, ഞാൻ വൈദികനായിട്ട് വെറും 4 വർഷം മാത്രമേ ആകുന്നുള്ളൂ. ഒരു ദേവാലയം പണിയുക എന്നുള്ളത് എന്നെ സംബന്ധിച്ചിടത്തോളം വലിയ റിസ്ക്കാണ്. പക്ഷേ ഒരപ്പൻ എന്ന നിലയിൽ ഒരു കൊച്ചുമകന് നൽകുന്ന പ്രോത്സാഹനത്തോടു കൂടിയിട്ട് പിതാവ് ഒപ്പമുണ്ടായിരുന്നു. സാമ്പത്തികമായി മാത്രമല്ല, ആധ്യാത്മികമായും പ്രാർത്ഥനയിലൂടെയും പിതാവ് വളരെയേറെ സഹായിച്ചു. ഈ വഴികളിലൂടെ കടന്നു പോകുമ്പോഴൊക്കെയും ഇവിടെ കയറി വരും, അതേപോലെ ഫോൺ വിളിച്ചന്വേഷിക്കും. ഇങ്ങനെ നിരവധിയായിട്ടുള്ള പ്രോത്സാഹനം പിതാവിൻ്റെ ഭാഗത്തു നിന്നുണ്ടായിരുന്നു. പള്ളിപ്പണിയും അച്ചാറുണ്ടാക്കലും പുരോഗമിച്ചു. കാഞ്ഞിരപ്പള്ളി രൂപതാധ്യക്ഷൻ മാർ മാത്യു അറക്കൽ പിതാവ് ഇടവക സന്ദർശിക്കുവാൻ എത്തിച്ചേർന്നു. ഈ ചെറിയ ഇടവകക്കാർ സന്തോഷത്തോടെ പിതാവിനെ സ്വീകരിച്ചു. അച്ചാറുണ്ടാക്കുന്ന സ്ത്രീജനങ്ങളുടെ പ്രവർത്തനങ്ങൾ നേരിൽ കണ്ട് വികാരിയച്ഛനോട് സംസാരിച്ച് എല്ലാം ബോധ്യപ്പെട്ടു. ഇവരുടെ കഠിനാധ്വാനവും ദൈവസ്നേഹവും കണ്ട് സന്തോഷവാനായ പിതാവ് ഇടവകാംഗങ്ങൾക്ക് സമ്മാനങ്ങൾ കൊടുത്ത ശേഷമാണ് പോയത്. അമലഗിരി സെൻറ് തോമസ് ഇടവക ദേവാലയത്തിലെ ദൈവജനം ബഹുമാനപ്പെട്ട വർഗീസ് കൊച്ചുപറമ്പിലച്ഛൻ്റെ നേതൃത്വത്തിൽ നിർവഹിച്ച ഐതിഹാസികമായ ഒരു ഇടവക ദേവാലയ നിർമ്മാണത്തിൻ്റെ ചിത്രമാണ് യഥാർത്ഥത്തിൽ അമലഗിരിയിൽ നമ്മൾ കാണുക. ഒരുപക്ഷെ ചരിത്രത്തിലെ
ഒരിടത്തും കണ്ടെത്താനാവാത്ത ദൈവജനത്തിൻ്റെ വിശ്വാസ തീക്ഷ്ണതയും അവരുടെ ഒന്നിച്ചുള്ള നീക്കവും ദൈവത്തിലുള്ള ആശ്രയബോധവുമാണ് ഈ അമലഗിരി മലയിൽ ഈ വലിയ അത്ഭുതം സൃഷ്ടിക്കാനായിട്ട് ഇടയായത്. അമലഗിരി എന്ന വാക്കിൻ്റെ അർത്ഥം തന്നെ മാതാവിൻ്റെ മലയെന്നാണ്. മാതാവിൻ്റെ മലയിൽ വിശുദ്ധ തോമസ് അപ്പസ്തോലൻ്റെ നാമത്തിലുള്ള ഈ ദേവാലയം അതിമനോഹരമായ രീതിയിൽ ഇവിടെ പടുത്തുയർത്തുവാൻ കഴിഞ്ഞത് ദൈവത്തിൻ്റെ പ്രത്യേക ഒരു അനുഗ്രഹവും മാതാവിൻ്റെ മധ്യസ്ഥയുമാണ്. അതോടൊപ്പം തന്നെ തോമാശ്ലീഹായുടെ സവിശേഷമായ അനുഗ്രഹവുമാണ് എന്ന് ഞാൻ പൂർണ്ണമായിട്ട് വിശ്വസിക്കുകയാണ്. വർഷങ്ങൾക്ക് മുമ്പ് ഈ ഇടവക ദേവാലയത്തിൽ ശുശ്രൂഷ ചെയ്യാനുള്ള അനുഗ്രഹം എനിക്കുണ്ടായി. പീരുമേട് വികാരിയായിരുന്ന കാലത്ത്, ബഹുമാനപ്പെട്ട ആരെങ്കിലച്ഛൻ വികാരിയായിരുന്ന കാലത്താണ് ഇവിടെ യഥാർത്ഥത്തിൽ ഒരു ദേവാലയം ശരിക്കുള്ള രീതിയിൽ പണിതുയർത്തുവാൻ കഴിഞ്ഞത്. അന്നും ഇവിടെയുള്ള ദൈവജനം അക്ഷീണമായിട്ട് അച്ഛൻ്റെ നേതൃത്വത്തിൽ, ബഹുമാനപ്പെട്ട ജോർജ് ആരെങ്കിലച്ഛൻ്റെ നേതൃത്വത്തിൽ വളരെ ബുദ്ധിമുട്ടി ഏതാണ്ട് 3 വർഷക്കാലം പണിയെടുത്തതിൻ്റെ ഫലമായിട്ടാണ് ഈ ദേവാലയം പണിയുവാനിടയായത്. വർഷങ്ങൾ കഴിഞ്ഞപ്പോൾ ഇതെല്ലാം ഒരു തരത്തിൽ മറ്റൊരു തരത്തിൽ ഈണത ബാധിച്ച ആ ഒരു അവസരത്തിലാണ് ബഹുമാനപ്പെട്ട കൊച്ചു പ്രമലച്ഛൻ വികാരിയായിട്ട് ഇവിടെ ചാർജ് എടുക്കുക. അദ്ദേഹം ഒരു 9 മാസം കൊണ്ട് ഇവിടെ വലിയ ഒരു അത്ഭുതം ദൈവത്തിൻ്റെ കൃപയാല്, മാതാവിൻ്റെ മധ്യസ്ഥത്താല്, തോമാശ്ലീഹായുടെ ഇടപെടലിലൂടെ ഇവിടെ നേടിയെടുക്കുകയായിരുന്നു. അമലഗിരി ഇടവകക്കാർ പ്രാർത്ഥനയോടെ കാത്തിരുന്ന ദിവസം വന്നെത്തി. പുതിയ പള്ളി വെഞ്ചിരിക്കുന്നു. ഇടവക മുഴുവൻ അണിഞ്ഞൊരുങ്ങി. വാദ്യമേളങ്ങൾ ഉയർന്നു പൊങ്ങി.
തങ്ങളുടെ അധ്വാന ഫലമായി ഉണ്ടായ പുതിയ പള്ളി ഇന്ന് ആശീർവദിക്കപ്പെടുന്നു. അമലഗിരി ഗ്രാമം മുഴുവൻ ഉത്സവ പ്രതീതിയിലായി. കേൾപക്ഷയങ്ങളിൽ കൂട്ടായി നിൽക്കുന്ന രക്ഷക സംഗീതം തേടിയെത്തും. കേൾപക്ഷയങ്ങളിൽ കൂട്ടായി നിൽക്കുന്ന രക്ഷക സംഗീതം തേടിയെത്തും. മേഞ്ഞു തീരാത്തൊരജഗണങ്ങൾ ഞങ്ങൾ മേച്ചിൽ പുറങ്ങളിലെന്നും. മേഞ്ഞു തീരാത്തൊരജഗണങ്ങൾ ഞങ്ങൾ മേച്ചിൽ പുറങ്ങളിലെന്നും. നീ നയിക്കൂ, നീ നയിക്കൂ നിത്യവീഥിയിൽ ഞങ്ങളെ, നിത്യവീഥിയിൽ ഞങ്ങളെ. ആഹാ അറയ്ക്കൽ പിതാവും ജോസ് പുളിക്കൽ പിതാവും കാർമ്മികരായി എത്തിച്ചേർന്നു. സെയിന്റ് തോമസ് ദേവാലയം എന്ന അച്ചാറുപള്ളി ദൈവത്തിന് സമർപ്പിക്കപ്പെടുന്ന അനുഗ്രഹീത ദിവസം. യെരൂശലേമിൻ രാജകുമാരാ എഴുന്നള്ളേണമേ ഇവിടെ. യെരൂശലേമിൻ രാജകുമാരാ എഴുന്നള്ളേണമേ ഇവിടെ. എഴുന്നള്ളേണമേ. ആലയം ഉയർത്തി, ദേവാലയം ഉയർത്തി. പള്ളി കൂദാശയ്ക്ക് പ്രാരംഭമായുള്ള പ്രദക്ഷിണം ആരംഭിക്കുകയാണ്. കൂദാശ പരികർമ്മത്തിന്റെ മുഖ്യ കാർമ്മികനായ അഭിമന്യ പിതാവും അർക്കദിയാക്കോനും വൈദികരും പ്രദക്ഷിണമായി പുതുതായി നിർമ്മിക്കപ്പെട്ട ദൈവാലയത്തിലേക്ക് പ്രവേശിക്കുന്നു. പ്രദക്ഷിണത്തിന്റെ മുമ്പിൽ ധൂപവും ധൂപത്തിന്റെ പിന്നിൽ ഉദ്ധിതനായ മിശിഹായുടെ പ്രതീകവും മാർത്തോമ നസ്രാണികളുടെ വിശ്വാസത്തിന്റെ മുഖമുദ്രയും ഔദ്യോഗിക ചിഹ്നവുമായ മാർത്തോമ സ്ലീവയുമാണ് സംവഹിക്കപ്പെടുക. സ്ലീവയ്ക്ക് പിന്നിലായി വചനമായ മിശിഹായുടെ പ്രതീകമായി ഏവൻഗേലിയോൺ സംവഹിക്കപ്പെടുന്നു. അങ്ങ് നിത്യം പുരോഹിതനാകുന്നു. വിശ്വാസികൾ
ദൈവാനുഗ്രഹം എന്ന് പറഞ്ഞാൽ അത് പറയാതിരിക്കാൻ പറ്റത്തില്ല. ഇവിടെ വന്നപ്പം ഈ പള്ളി പണിയാൻ വന്ന ഒരു ചേട്ടൻ പറഞ്ഞായിരുന്നു, തോമാശ്ലീഹായുടെ നാമത്തിലായി പള്ളി, അതുകൊണ്ട് വേഗം പണി തരുമെന്ന്. പിന്നെ ഇവിടെ ധ്യാനിപ്പിക്കാൻ വന്ന ബ്രദർ പറഞ്ഞു, നിങ്ങൾ പള്ളി പണിത് 1 ലക്ഷം രൂപ നിങ്ങൾക്ക് മിച്ചം വരുമെന്ന് പറഞ്ഞു. അതുപോലെ ഞങ്ങൾക്ക് 1 ലക്ഷം രൂപ മിച്ചം വന്നു. അതൊക്കെ ഞങ്ങൾക്ക് ഭയങ്കര ദൈവാനുഗ്രഹമായിട്ടാണ്. അതുകൊണ്ട് ഇപ്പോൾ എല്ലാവർക്കും നല്ല വിശ്വാസം, എന്നും പള്ളി വരുവേ പ്രാർത്ഥിക്കുവേ ഭയങ്കര ദൈവാനുഭവം ഞങ്ങൾക്ക്. സാമ്പത്തികമായി ഏറ്റവും പരാതിയായി കഴിയുന്ന ഒരു സ്ഥലമാണ് അമലഗിരി. എല്ലാവരും സാധാരണക്കാരുമായിട്ടുള്ള ആൾക്കാരാണ്. പക്ഷെ അവരെല്ലാം ഒന്നിച്ചു ചേർത്ത് അവരുടെ അധ്വാനം, കഷ്ടപ്പാട്, പിന്നീട് പൈസ കൊടുക്കേണ്ട, സാമ്പത്തികം കൊടുക്കേണ്ട കാര്യങ്ങളിൽ അതിനുവേണ്ടി പണം സമ്പാദിക്കുവാൻ വേണ്ടി അച്ചാറുകൾ ഉണ്ടാക്കി കൊച്ചുമിച്ചടക്കം സ്ത്രീജനങ്ങൾ, മുതിർന്നവരെല്ലാം പള്ളിപണിയിൽ വ്യാപരിച്ചപ്പോൾ സ്ത്രീകളെല്ലാം അച്ചാറുണ്ടാക്കി. അങ്ങനെ അച്ചാറ് ഉണ്ടാക്കിയെടുത്ത് അത് ഈ പ്രദേശത്തും ചുറ്റുപാടുമുള്ള പ്രദേശങ്ങളിലുമൊക്കെ കടന്ന് പള്ളികളിലേക്ക് ചെന്ന് ദൈവജനത്തോട് കാര്യം പറഞ്ഞുകൊണ്ട് ഇതെല്ലാം വിറ്റഴിച്ച് ആ തുക മാത്രമാണ് ഈ ദേവാലയം ഇന്ന് പൂർത്തിയാകുവാനിടയായ വലിയ കാര്യം. ഇതിൽ ദൈവത്തിന് വലിയൊരു ഇടപെടലുണ്ട്. ദൈവ സാന്നിധ്യത്തിൽ ഒന്നിച്ചുകൂടാൻ കഴിഞ്ഞപ്പോൾ സംഭവിച്ച വലിയ അത്ഭുതത്തിൻ്റെ രംഗങ്ങളാണ് ഇവിടെ നമ്മൾ കാണുക. അമലഗിരിയിലെ എല്ലാ എൻ്റെ ദൈവജനത്തിനും ഹൃദയമായിട്ടുള്ള അഭിനന്ദനങ്ങൾ, ആശംസകൾ നേരുന്നു. ദൈവം നിങ്ങളെ സമൃദ്ധമായിട്ട് അനുഗ്രഹിക്കട്ടെ. അവിടുത്തെ കൃപയാൽ നിങ്ങളുടെ എല്ലാ ഉദ്ദിഷ്ടകാര്യങ്ങളും സാധിച്ചു എന്നുകൊണ്ട് എല്ലാവരും ഒന്നു ചേർന്ന് സ്വർഗത്തിൽ സൗഭാഗ്യം അനുഭവിക്കുവാൻ ദൈവം ഇടവരുത്തട്ടെ എന്ന് മാത്രം ആശംസിച്ചുകൊണ്ട് എൻ്റെ വാക്കുകളെ നിർത്തുന്നു. ദൈവം നിങ്ങളെ അനുഗ്രഹിക്കട്ടെ. അമലഗിരി സെൻറ് തോമസ് ഇടവകയെ സംബന്ധിച്ചിടത്തോളം ദൈവാനുഗ്രഹത്തിൻ്റെ വലിയ സാക്ഷ്യമായി മാറുവാൻ കഴിഞ്ഞ 1 വർഷം സാധിച്ചു. ദൈവാലയ നിർമ്മാണമെന്ന പതിറ്റാണ്ടുകൾ മനസ്സിൽ കൊണ്ടുവന്ന വലിയ സ്വപ്നത്തിന് ദൈവം പ്രതിഫലം നൽകിയത് അത്ഭുതകരവും മനുഷ്യന് ചിന്തിക്കുവാൻ, ചിന്ത കൊണ്ട് മനസ്സിലാക്കുവാൻ സാധ്യമല്ലാത്തതുമായ രീതിയിലൂടെയായിരുന്നു എന്നതാണ്. 110 വീട്ടുകാർ മാത്രമുള്ള, സാമ്പത്തികമായി അങ്ങേയറ്റം പരാധീനതയിൽ കഴിയുന്ന ഈ ഇടവകാംഗങ്ങൾ 1 വർഷം പോലും എടുക്കാതെ അതിമനോഹരമായ ദേവാലയം പണി തീർത്തു എന്ന് പറയുമ്പോൾ, അതിന് സാക്ഷ്യം വഹിച്ച് കൂടെയായിരിക്കുവാൻ കഴിഞ്ഞു എന്ന് പറയുമ്പോൾ ദൈവാനുഗ്രഹമായി മാത്രം അതിനെ കാണുകയാണ്. വിവിധങ്ങളായ ആശയങ്ങൾ ഓരോന്നോരോന്നായി കടന്നു വന്നപ്പോൾ അമ്മ മനസ്സുകളിൽ തെളിഞ്ഞു വന്ന അച്ചാർ വിൽപ്പന എന്നത് അച്ചാർ വിപ്ലവമായി മാറി അച്ചാർ പള്ളി എന്ന പേരിൽ അറിയപ്പെട്ട് ഇന്ന് അഭിമാനത്തോടുകൂടി ഈ ദേവാലയത്തിന് മുമ്പിലായിരിക്കുമ്പോൾ ചെറിയ കരങ്ങളെ, എളിയ മനസ്സുകളെ ഉയർത്തുന്ന തമ്പുരാന്റെ മുമ്പിൽ ശിരസ്സു നമിക്കുവാനല്ലാതെ മറ്റെന്തിനാണ് കഴിയുക? വിദ്യാഭ്യാസ യോഗ്യത കൊണ്ടോ മറ്റു സാമൂഹ്യ പ്രവർത്തനങ്ങളിലുള്ള പരിചയം കൊണ്ടോ ഒന്നും മറ്റുള്ളവരുടെ മുമ്പിൽ പ്രശംസിക്കപ്പെടാത്ത ഇവർ കൈമുതലായി കിട്ടിയ ദൈവാനുഗ്രഹവും അങ്ങേയറ്റം ദൈവത്തിനു വേണ്ടി, ഞങ്ങൾക്ക് വേണ്ടി ഒരാലയം വേണമെന്ന ആഗ്രഹവും ഒന്നിച്ചു ചേർത്തപ്പോൾ തമ്പുരാൻ എടുത്ത ഒരാശയമായിട്ട് മാത്രമേ ഇതിനെ കാണുവാൻ സാധിക്കൂ. ഒത്തിരിയേറെ പണിത്തിരക്കുകളുള്ള, അന്നന്ന് അപ്പത്തിനു വേണ്ടി പോലും സ്വന്തമായി അധ്വാനിക്കേണ്ട കുടുംബനാഥമാർ തങ്ങളുടെ സമയത്തെ വലിയ സാമ്പത്തിക ശാസ്ത്രജ്ഞന്മാർ ക്രമീകരിക്കുന്നത് പോലെ ക്രമീകരിച്ച് അവരുടെ 24 മണിക്കൂറിനെയും ഫലദായകമാക്കി മാറ്റിയതാണ് ഇവിടെ കാണുവാൻ സാധിച്ചത്. വിശുദ്ധ കൂദാശകളിലുള്ള പങ്കാളിത്തവും കുടുംബങ്ങളിലെ സന്ധ്യാപ്രാർത്ഥനയും ഒന്നും തന്നെ അവർ മുടക്കം വരുത്തിയില്ല. അന്നന്ന് അപ്പത്തിനു വേണ്ടി അവർ ഏർപ്പെട്ടിരുന്ന ജോലികളിലും അവർ മുടക്കം വരുത്തിയില്ല. മറിച്ച് സമയത്തെ വേണ്ടവിധം ഉപയോഗപ്പെടുത്തിക്കൊണ്ട്
ദൈവത്തിനു വേണ്ടി എന്ന വലിയ വിശ്വാസബോധ്യത്തോടെയാണ് ഓരോ പണികളിലും വ്യാപൃതരായത്. യുവജനങ്ങളെപ്പറ്റി പറയുമ്പോൾ ഒത്തിരിയേറെ ടെക്നിക്കൽ വിദ്യാഭ്യാസത്തിലേക്കൊന്നും പോകുന്നവരില്ല. വിദ്യാഭ്യാസത്തിനായി പോകുന്നവര് കുറച്ചേറെ പേരുണ്ട്, ചെറിയ ജോലികൾക്കും. അവരും അവരുടെ പഠനവും ജോലിയുമൊക്കെ പലപ്പോഴും ഈ ദൈവാലയ നിർമ്മാണത്തിന് വേണ്ടി മാറ്റിവെക്കുവാൻ, ക്രമീകരിക്കുവാൻ സന്നദ്ധരായിരുന്നു. പ്രാർത്ഥനയ്ക്കായി കുരിശിന്റെ വഴിക്ക് ഇവർ ചേരുന്നത് പോലെ തന്നെ വെള്ളിയാഴ്ചത്തെ പ്രത്യേക നൊവേനയിലും ശനിയാഴ്ചത്തെ മാതാവിനോടുള്ള നൊവേനയിലും മറ്റ് ഭക്തകൃത്യങ്ങളിലും ദൈവാലയ നിർമ്മാണം ഒരു നിയോഗമാക്കി കണ്ട് ഞങ്ങൾ വരുന്നു എന്നിവർ പറയുമ്പോൾ എത്രമാത്രം പ്രാർത്ഥനയിലൂടെ ശക്തി ലഭിക്കുമെന്ന് ഇവർ തിരിച്ചറിഞ്ഞു എന്നതും നമ്മൾ മനസ്സിലാക്കുകയാണ്. ചില യുവജനങ്ങൾ നേരിട്ട് പറഞ്ഞു, ഇന്ന കാര്യങ്ങൾക്ക് വേണ്ടി ഞങ്ങൾ പ്രാർത്ഥിച്ചതിന് ശേഷം ഞങ്ങളുടെ മാതാപിതാക്കളോട് ആവശ്യപ്പെട്ടപ്പോൾ അവര് അതിൽ നിന്ന് പിന്മാറാൻ, പ്രത്യേകിച്ച് ദുശീലങ്ങളിൽ നിന്ന് പിന്മാറാൻ അവർക്ക് പ്രചോദനമായി എന്ന്. ഇപ്രകാരം അമ്മമാരുടെ പ്രാർത്ഥന കണ്ടു വളർന്ന, അതിന്റെ ഫലം അനുഭവിച്ചു വന്ന തലമുറയ്ക്കല്ലാതെ എന്തു പറയാൻ പറ്റും? ഈ ദേവാലയത്തിന്റെ ഒരു വലിയ പ്രത്യേകത, വലിയ മുതിർന്ന അമ്മമാര്, ചട്ടിയും മുണ്ടും ഒക്കെ എടുത്ത് ഇവിടേക്ക് വരുന്ന അമ്മമാര് 6:30 ഈ ദേവാലയത്തിൽ സപ്രാ പ്രാർത്ഥന ആരംഭിക്കുന്നതിന് മുമ്പായി അവർ ഒന്നു ചേർന്ന് ഒരു ജപമാല അർപ്പിച്ചു കഴിയും. ഈ ജപമാല മണികളുടെ സ്വരം കേട്ടാണ് ഈ ദേവാലയം ഉണരുന്നത്, ഈ പ്രദേശം ഉണരുന്നത്. പരിശുദ്ധ അമ്മയുടെ പ്രത്യേകമായ മാധ്യസ്ഥം ഇവരിലൂടെ, തലമുറകളിലൂടെ കൈമാറം ചെയ്യപ്പെട്ട് ഈ തലമുറയ്ക്ക് കിട്ടിയെന്നതിലും ഏറെ സന്തോഷമുണ്ട്. പള്ളി വഞ്ചിരിപ്പ് കഴിഞ്ഞ് പിറ്റേ ദിവസം ഇടവകയിലെ കുട്ടികൾ രാവിലെ തങ്ങളുടെ പുതിയ പള്ളിയിൽ എത്തിച്ചേർന്നു. തങ്ങളുടെ പ്രാർത്ഥന ദൈവം കേട്ട് അനുഗ്രഹിച്ചതിലുള്ള സന്തോഷവും നന്ദിയും ദൈവത്തിനർപ്പിക്കാൻ അവർ ഒത്തുകൂടി പാടി പ്രാർത്ഥിച്ചു. സ്നേഹം വർണ്ണിച്ചിടാൻ വാക്കുകൾ പോരാ, നന്ദി ചൊല്ലി തീർക്കുവാനേ ജീവിതം പോരാ. കഷ്ടപ്പാടിൻ കാലങ്ങളിൽ രക്ഷിക്കുന്ന സ്നേഹമോർത്താൽ എത്ര സ്തുതിച്ചാലും മതി വരുമോ? ദൈവസ്നേഹം വർണ്ണിച്ചിടാൻ വാക്കുകൾ പോരാ, നന്ദി ചൊല്ലി തീർക്കുവാനേ ജീവിതം പോരാ. ദേവാലയ നിർമ്മാണത്തിന് വേണ്ടിയിട്ട് 80 ലക്ഷത്തോളം രൂപ ചെലവ് വരും എന്നാണ് ആദ്യം പ്രതീക്ഷിച്ചിരുന്നത്. അതിനനുസരിച്ചുള്ള ഒരു പ്ലാനാണ് വരച്ച് തയ്യാറാക്കിയത്. അതനുസരിച്ച് പണികൾ ആരംഭിച്ചു. പണികൾ ആരംഭിച്ചപ്പോൾ 18 ലക്ഷം രൂപ മാത്രമാണ് ഒരു മൂലധനമായിട്ട് ഉണ്ടായിരുന്നത്. അത് പണിയുടെ ആദ്യഘട്ടങ്ങളിൽ തീരുന്ന ഒരവസ്ഥയിലേക്ക് വന്നപ്പോൾ ഇനി എന്ത് എന്ന വലിയൊരു ആശങ്ക മുന്നിൽ തെളിഞ്ഞു. അവിടെയാണ് അച്ചാറെന്ന ആശയവും മുന്നിലേക്ക് വരുന്നത്. ആ ആശയത്തിലൂടെ മുൻപോട്ട് പോകുമ്പോൾ ഏതാണ്ട് 35 ലക്ഷത്തോളം രൂപ വിവിധ കൂട്ടായ്മകൾ, ഫുഡ് ഫെസ്റ്റ്, അച്ചാർ വിൽപ്പനയ്ക്ക് അങ്ങനെയാണ് ഞങ്ങൾ പേരിട്ടിരുന്നത്. ഓരോ ഇടവകളിൽ പോയി ഫുഡ് ഫെസ്റ്റിലൂടെ അവർ 35 ലക്ഷത്തോളം രൂപ വിവിധ കൂട്ടായ്മകളായിട്ട് ശേഖരിച്ചു. ആ തുക വലിയൊരു ആശ്വാസമായിരുന്നു. ഓരോ ആഴ്ചകളിലെയും പണികൾ, അതിന് ഉള്ള ചെലവ് നമുക്ക് ആ തുക കൊണ്ട് മീറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് സാധിച്ചു എന്നുള്ളതായിരുന്നു. അതേപോലെ ഓരോ ഇടവകയിലേക്ക് കടന്നു ചെല്ലുമ്പോൾ അച്ചാറ് വാങ്ങാതെ തന്നെ, അല്ലെങ്കിൽ അച്ചാറ് വാങ്ങിക്കൊണ്ട് തന്നെ സംഭാവനകളുമായിട്ട് മുൻപിലേക്ക് വന്ന ഒത്തിരിയേറെ നല്ല മനസ്സുകൾ ഉണ്ടായിരുന്നു. മണ്ണിനോടും മലയോടും ഒക്കെ മല്ലിട്ട് ജീവിച്ചതുകൊണ്ടാകാം ഈ നാട്ടിൽ ഒരല്പം മദ്യപാനത്തിൻ്റെ ശീലം കൂടുതലുണ്ടായിരുന്നു.
ദേവാലയ നിർമ്മാണത്തിന് ശേഷം ഇവരെ തന്നെ തിരിച്ചറിയുകയായിരുന്നു. ഒരു ദേവാലയം ദൈവത്തിന് വേണ്ടിയിട്ട് സമർപ്പിച്ചു. ഇനി ഓരോരുത്തരുടെയും ഹൃദയങ്ങളെ ദേവാലയമാക്കി മാറ്റണം എന്നുള്ള ഒരു ആശയത്തോടു കൂടിയിട്ട് കുറേയധികം ചേട്ടന്മാര് തങ്ങൾക്ക് സുഖം ലഭിച്ചിരുന്ന മദ്യപാനത്തിൽ നിന്നും മറ്റ് ലഹരി പദാർത്ഥങ്ങളിൽ നിന്നുമൊക്കെ മോചനം നേടാൻ വേണ്ടിയിട്ട് ധ്യാനത്തിൽ പങ്കെടുക്കുകയാണ്. രൂപതയുടെ തന്നെ ഒരു ലഹരി വിമോചന ധ്യാന കേന്ദ്രമാണ് തമ്പലക്കാടുള്ള പെനുവേൽ ആശ്രമം. ആ ആശ്രമത്തിൽ എല്ലാ മാസവും നടക്കുന്ന മദ്യവിരുദ്ധ വിമുക്തിയിലേക്കുള്ള ധ്യാനങ്ങളുണ്ട്. ആ ധ്യാനത്തിൽ ഏകദേശം 20ഓളം സഹോദരങ്ങൾ പങ്കെടുത്തു. വലിയ ആവേശത്തോടു കൂടിയിട്ടാണ് അവർ തിരിച്ചു വന്നത്. അവർ ഇത്രയും നാൾ ആയിരുന്ന ആ ഒരു മദ്യത്തിൻ്റെ ലോകത്ത് നിന്ന്, അല്ലെങ്കിൽ അവരുടെ കൂട്ടുകെട്ടുകളിലൊക്കെ സന്തോഷിച്ചിരുന്ന ആ ഒരു തിന്മയുടെ മേഖലകളിൽ നിന്ന് അവർ തിരിച്ചു വരികയാണ്. തിരിച്ചു വന്ന് അവരെല്ലാ ശനിയാഴ്ചകളിലും വൈകുന്നേരങ്ങളിൽ ഈ ദേവാലയത്തിൽ ഒരുമിച്ച് ചേർന്ന് പ്രാർത്ഥിക്കുകയും ദിവ്യകാരുണ്യ ആരാധനയിൽ പങ്കെടുത്ത് മടങ്ങുകയും ചെയ്യും. അതേപോലെ അവരുടെ കുടുംബാംഗങ്ങളും വളരെ സപ്പോർട്ടോടു കൂടിയിട്ട് പെരുമാറുന്നു. ഇത് ഒരു ദേവാലയ നിർമ്മാണത്തിന് ശേഷം ഈ ഇടവകയിലുണ്ടായിട്ടുള്ള വലിയൊരു മാറ്റമാണ്. അതേപോലെ ഈ ഇടവക അതിർത്തിയിലുള്ള വിവിധ കടകൾ, ആ കടകളിലൊക്കെ ലഹരി വസ്തുക്കൾ, പ്രത്യേകിച്ച് പുകയില ഉൽപ്പന്നങ്ങളൊക്കെ അവർ നിർത്തലാക്കി. അതിൻ്റെ വിൽപ്പന അവസാനിപ്പിച്ചു. അങ്ങനെ എങ്ങനെയൊക്കെ മറ്റുള്ളവർക്ക് മാതൃക നൽകാൻ പറ്റുമോ ആ മേഖലകളിലേക്കൊക്കെ പുതിയ മാതൃകകളുമായിട്ട് അമലഗിരിയിലെ നന്മയുടെ മനസ്സുകൾ മാറിക്കൊണ്ടിരിക്കുന്നു. അതും വലിയൊരു പ്രതീക്ഷയ്ക്ക് വക നൽകുന്നു. അതേപോലെ പുളിക്കൽ പിതാവാണ് ഞങ്ങളുടെ പ്രിയപ്പെട്ട സഹായമെത്രാൻ. പുളിക്കൽ പിതാവാണ് ഈ ദേവാലയത്തിന് ശിലാസ്ഥാപനം നടത്തിയത്. പിതാവിൻ്റെ എളിമയും ലാളിത്യവും ഞങ്ങൾക്കൊക്കെയും എപ്പോഴും പ്രോത്സാഹനമാണ്. പിതാവിൻ്റെ പ്രാർത്ഥന നിറഞ്ഞ ജീവിതം ആ ഒരു തറക്കല്ലിടിയിലൂടെ ഒത്തിരി ചൈതന്യം ഞങ്ങൾക്ക് നൽകിയെന്നുള്ളതാണ്. പിതാവും ഇടയ്ക്കിടയ്ക്ക് ഇവിടെ വരികയും ഫോൺ വിളിച്ചൊക്കെ അന്വേഷിക്കുകയും ചെയ്യുമായിരുന്നു. പിതാവിനെയും സ്നേഹത്തോടു കൂടിയിട്ട് ഓർക്കുന്നു. അതേപോലെ വികാരി ജനറൽ അച്ഛന്മാർ 3 പേരുണ്ട്. ജസ്റ്റിൻ അച്ഛൻ, ആലങ്കൽ അച്ഛൻ, കുര്യൻ താമരശ്ശേരി അച്ഛൻ, അതേപോലെ മാർട്ടിൻ വെള്ളിയാങ്കുളം അച്ഛനാണ് രൂപതയുടെ സാമ്പത്തിക കാര്യങ്ങൾ മുന്നോട്ട് നീക്കുന്നത്. ഇവരുടെയൊക്കെ നിരന്തരമായിട്ടുള്ള സഹായവും പ്രോത്സാഹനവും കൂടിയായപ്പോൾ ഞങ്ങൾക്ക് എന്തെന്നില്ലാത്ത സന്തോഷമുണ്ടായിരുന്നു. അവരെയും ഈ അവസരത്തിൽ നന്ദിയോടുകൂടിയിട്ട് ഓർക്കുന്നു. അവരുടെ നന്മകളെ ഓർത്ത് നന്ദി പറഞ്ഞ് പ്രാർത്ഥിക്കുന്നു.